സ്റ്റുഡൻറ്, എല്ലാവർക്കും സെൻറ്റർ ഫോർ സയൻസിലെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത്. സൊല്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ അതാണ് അടുത്ത പ്രധാന ഒരു പാഠം. ഫസ്റ്റ് ഇയറിലെ കേട്ടിട്ടുണ്ട് ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു ഐഡിയൽ ഗ്യാസ്, a gas which obey ideal gas equation PV is equal to nRT. അത് ഐഡിയൽ ഗ്യാസ്. ഇവിടെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എന്താണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ? അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ റവോൾസ് ലോ പഠിച്ചു അല്ലേ? രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സിന്റെ ഒരു മിക്സർ എടുത്താൽ അതിൽ ഓരോ കമ്പോണന്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ഒബേ റവോൾസ് ലോ. എ സൊല്യൂഷൻ വിച്ച് ഒബേ റവോൾസ് ലോ. റവോൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷനെയാണ് വിളിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ. എ സൊല്യൂഷൻ വിച്ച് ഒബേ Raoult's law in an entire range of concentration. അതാണ്. ഇപ്പൊ നമ്മൾ എയുടെയും ബിയുടെ ഒരു മിക്സർ എടുത്തിരിക്കുന്നു. ഏത് കോൺസെൻട്രേഷൻ എടുത്താലും, ഇപ്പൊ ഞാൻ എ കൂടുതൽ എടുക്കുന്നു അല്ലെങ്കിൽ ബി കൂടുതൽ എടുക്കുന്നു, ഏത് കോൺസെൻട്രേഷൻ എടുത്താലും അത് റവോൾട്സ് ലോ ഒബേ ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ പഠിച്ചു റവോൾട്സ് ലോ എന്ന് പറയുമ്പോൾ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് each component is directly proportional to its mole fraction എന്ന് പഠിച്ചു അല്ലേ? നമ്മൾ രണ്ട് കമ്പോണൻസ് എടുത്തായിരുന്നു, എയും ബിയും. രണ്ട് വോളറ്റൈൽ ലിക്വിഡ് ആയിരുന്നു. രണ്ടുപേരും ഇവിടെ ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, പി എ പി ബി എന്ന് പറഞ്ഞു. എങ്കിൽ പി എ പ്രപ്പോർഷണൽ ടു കൈ എ, അല്ലെങ്കിൽ പി എ is equal to P0A chi A, PB proportional to chi B, or PB is equal to P0B chi B. അതായിരുന്നു റവോൾട്സ് ലോ. ഇത് ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ. ഇപ്പൊ എയുടെയും ബിയുടെയും ഒരു മിക്സർ എടുത്താൽ ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ പി എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A into chi A. നമ്മൾ പറഞ്ഞു P0A എന്ന് പറയുമ്പോൾ എ പ്യുവർ സ്റ്റേറ്റ് ഇരിക്കുമ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ, chi A എന്ന് പറയുമ്പോൾ ഈ സൊല്യൂഷനകത്ത് എയുടെ മോൾ ഫ്രാക്ഷൻ. PA is equal to P0A into chi A ആയിരിക്കണം. അതുപോലെ ഇവിടുത്തെ PB, ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0B into chi B ആയിരിക്കണം. എങ്കിൽ അതിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. That is the solution which obey Raoult's. ഐഡിയൽ സൊല്യൂഷന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് P total equal to P0A chi A plus P0B chi B. സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A chi A പ്ലസ് P0B chi B ആയിരിക്കും. മറ്റെന്തൊക്കെയാണ് പ്രത്യേകത? ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. അതാണ് ഐഡിയൽ സൊല്യൂഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് 0. എന്താ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ? ദ എൻതാൽപി ചേഞ്ച്. The enthalpy change during mixing is 0. അതായത് the mixing is neither exothermic nor endothermic. അതായത് എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ
ഹീറ്റിനെ അബ്സോർവ് ചെയ്യുകയോ ഹീറ്റിനെ റിലീസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ എയും ബിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സൊല്യൂഷനകത്തോട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ചൂടോ തണുപ്പോ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് 0. The mixing is neither exothermic nor endothermic. That is no heat exchange during mixing. പിന്നെയോ ഡെൽറ്റ V mixing is equal to 0. Delta V mixing is equal to 0. That means there is no volume change during mixing. ഇപ്പൊ ഞാനൊരു 10 ml എയും 5 ml ബിയും കൂടെ മിക്സ് ചെയ്യുക, കറക്റ്റ് എത്ര കാണും? 15 ml തന്നെ കാണും. ഒരു 10 ml എയും 5 ml ബിയും കൂടെ എടുത്ത് മിക്സ് ചെയ്യുക, സൊല്യൂഷൻ ആക്കിയാൽ സൊല്യൂഷന്റെ വോളിയം കറക്റ്റ് 15 ml ആയിരിക്കും. ദാറ്റ് ഈസ് നോ വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ്. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ എല്ലാം റീസൺ എന്താണ്? ഇൻ ഐഡിയൽ സൊല്യൂഷൻ എ ബി ഇന്ററാക്ഷൻ ഈസ് സെയിം ആസ് എ എ ഇന്ററാക്ഷൻ. That will be same as B interaction. ഒരു സൊല്യൂഷൻ എടുത്താൽ ഏതൊരു സൊല്യൂഷനകത്തും മോളിക്യൂളുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്, മോളിക്യൂളുകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ കാണും, ഒരു അട്രാക്ഷൻ കാണും. ഇപ്പൊ ഞാൻ എയുടെയും ബിയുടെയും മിക്സർ എടുക്കും, ഒരു സോൾവെന്റ് സൊല്യൂട്ട് മിക്സർ എടുക്കുകയാണ്. ഇപ്പൊ ആൽക്കഹോൾ വാട്ടർ മിക്സർ എടുക്കുന്നു. അപ്പോഴെന്താണ്? അതിനകത്ത് എയുടെ മോളിക്യൂൾ തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും, അല്ലേ? ഇപ്പൊ എ വാട്ടർ ആണെന്നിരിക്കട്ടെ, വാട്ടർ മോളിക്യൂൾ തമ്മിൽ പരസ്പരം ഒരു അട്രാക്ഷൻ കാണത്തില്ലേ? അതാണ് എ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സോൾവെന്റ് ഇന്ററാക്ഷൻ, സോൾവെന്റ് മോളിക്യൂൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ. അതിൽ ആൽക്കഹോൾ മോളിക്യൂൾ തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും, അല്ലേ? അതായത് ബിയുടെ മോളിക്യൂൾ തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും. അതിനെയാണ് ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്, സൊല്യൂട്ട് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആൽക്കഹോളിന്റെ മോളിക്യൂളും വാട്ടർ മോളിക്യൂളും തമ്മിൽ ഒരു അട്രാക്ഷൻ കാണും. അതാണ് എ ബി ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനകത്ത് ഇങ്ങനെ 3 തരത്തിൽ ഇന്ററാക്ഷൻ ഉണ്ട്. സോൾവെന്റ് ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ഇന്ററാക്ഷൻ, സൊല്യൂട്ട് ഇന്ററാക്ഷൻ. എ ഇന്ററാക്ഷൻ, ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ. ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഈ 3 ഇന്ററാക്ഷനും സെയിം ആയിരിക്കും. അതാണ് ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എയും തമ്മിലായാലും ബിയും തമ്മിലായാലും എയും ബിയും തമ്മിലായാലും എല്ലാം ഒരേ സ്ട്രെങ്തിലുള്ള അട്രാക്ഷൻ ആയിരിക്കും. അതാണ് ഐഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എ ബി ഇന്ററാക്ഷൻ ഈസ് സെയിം ആസ് എ ആൻഡ് ബി ഇന്ററാക്ഷൻ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് എ സൊല്യൂഷൻ വിച്ച് ഒബേ Raoult's law. അത് പറഞ്ഞിരുന്നാൽ a solution which obey Raoult's law. That is PA is equal to, അല്ലെങ്കിൽ ഇത് ഇത്ര എഴുതി വെച്ചിരുന്നാലും മതി. PA is equal to P0A chi A, PB is equal to P0B chi B, P total is equal to P0A chi A plus P0B chi B. Delta H mixing is equal to 0. That is no heat exchange during mixing. A B മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റിനെ അബ്സോർവ് ചെയ്യോ ലിബറേറ്റ് ചെയ്യോ ഒന്നും ചെയ്യത്തില്ല. ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നോ വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ്. ഇവിടെ എ ബി ഇന്ററാക്ഷൻ ഈസ് സെയിം ആസ് എ ഇന്ററാക്ഷൻ ആൻഡ് ദാറ്റ് വിൽ ബി സെയിം ആസ് ബി ഇന്ററാക്ഷൻ. ഈ ഐഡിയൽ സൊല്യൂഷന് പല എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബെൻസീൻ എന്ന് പറയാം, ആൻഡ്
ടോളുവീൻ എന്ന് പറയും. ബെൻസീൻ ആൻഡ് ടോളുവീൻ, ഇതിന്റെ ഒരു മിക്സർ എടുത്താൽ ഐഡിയൽ സൊല്യൂഷൻ. ഇത് ചോദിക്കാവുന്ന ചില 3-4 എക്സാമ്പിൾ തരും. ഇതിനകത്ത് ഏതാണ് ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ എന്ന് കാണും. അങ്ങനെയാണ് കഴിഞ്ഞ എക്സാമ്പിൾക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ ആൻഡ് ടോളുവീൻ. മറ്റൊരു എക്സാമ്പിൾ ചോദിച്ചാൽ സൈക്ലോ പെൻഡേൻ ആൻഡ് സൈക്ലോ ഹെക്സേൻ, ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സൈക്ലോ പെൻഡൈൻ ആൻഡ് സൈക്ലോ ഹെക്സേൻ, അല്ലെങ്കിൽ ക്ലോറോ ഏഥൈൻ ആൻഡ് ബ്രോമോ ഏഥൈൻ. അങ്ങനെ ധാരാളം എക്സാമ്പിൾ ഉണ്ട്. ഒരു 2-3 എക്സാമ്പിളുകൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ ബെൻസീൻ ആൻഡ് ടോളുവീൻ, അനദർ സൈക്ലോ പെൻഡൈൻ ആൻഡ് സൈക്ലോ ഹെക്സൈൻ, അതുപോലെ ക്ലോറോ ഈഥൈൻ ആൻഡ് ബ്രോമോ ഈഥൈൻ, അല്ലെങ്കിൽ ക്ലോറോ പെൻഡൈൻ ബ്രോമോ പെൻഡൈൻ, ഏത് പറഞ്ഞാലും മതി. ഈ ഐഡിയൽ സൊല്യൂഷനെയും നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചാൽ റവോൾസ് ലോയുടെ അതേ ഗ്രാഫ് വരച്ചാൽ മതി. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ റവോൾസ് ലോയുടെ ഗ്രാഫ് വരച്ചില്ലേ? ആ റവോൾസ് ലോയുടെ ഗ്രാഫ് അത് തന്നെ അങ്ങ് വരച്ചിരുന്നാൽ മതി. ആ റവോൾസ് ലോയുടെ ആ ഗ്രാഫ് നമ്മൾ പഠിച്ചു. എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷൻ എടുത്തു, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ എടുത്തു. എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിൽ വേപ്പർ പ്രഷർ. ഇവിടെ കൈ A1, കൈ B0. ഈ പോയിന്റിൽ കൈ A0, കൈ B1. അതായത് അങ്ങോട്ട് പോകുന്നതോറും എയുടെ മോൾ ഫ്രാക്ഷൻ കുറയുവാണ്. അതിനനുസരിച്ച് എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കുറയും. ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടുന്നു, അതിനനുസരിച്ച് ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറും കൂടും. രണ്ടിനെയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ. ഇതാണ് അപ്പോൾ റവോൾസ് ലോയുടെ ഗ്രാഫ്, ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. ഏത് ചോദിച്ചാലും നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചിരുന്നാൽ അപ്പോൾ അതാണ് ഐഡിയൽ സൊല്യൂഷൻ. രണ്ടാമത്തെ എന്തായിരിക്കും? അന്നേരം നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ എന്തായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ? തിരിച്ച്, ദാറ്റ് ഈസ് എ സൊല്യൂഷൻ which does not obey Raoult's law. ഇപ്പൊ റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തുവായിരിക്കും? റവോൾസ് ലോ അനുസരിക്കാത്ത സൊല്യൂഷൻ. എ സൊല്യൂഷൻ which does not obey Raoult's law, that is PA not equal to P0A chi A. PB not equal to P0B chi B. നമ്മൾ റവോൾസ് ലോയിൽ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എന്താ പഠിച്ചേ? PA is equal to P0A chi A, PB is equal to P0B chi B എന്ന് പഠിച്ചു. ഇവിടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് which does not obey Raoult's law. PA not equal to P0A chi A, PB not equal to P0B. ഈ നോൺ ഐഡിയൽ സൊല്യൂഷനെ തന്നെ നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. 2, സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇങ്ങനെ 2 ടൈപ്പിലാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഒന്ന്, സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അതാണ് ഫസ്റ്റ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the partial vapor pressure of each component is greater than that predicted by the Raoult's law. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഒരു സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു പറഞ്ഞാൽ അതാണ് അതിന്റെ മീനിങ്. The partial vapor pressure of each component is greater than that predicted by the Raoult's law. That is
PA greater than P0A chi A. PB greater than P0B chi B. ഈക്വൽ ഇട്ടതിന് പകരം ഒരു ഗ്രേറ്റർ അങ്ങ് കൊടുത്താൽ മതി, അതേ ഉള്ളൂ. റവോൾസിനനുസരിച്ച് PA ഈ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം. പക്ഷെ അവിടെ അല്ല, എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ അല്പം കൂടുതലായിരിക്കും റവോൾസ് ലോയെ കാട്ടി. അതുപോലെ PB കണ്ടുപിടിക്കുമ്പോൾ ഇതിനേക്കാൾ അല്പം കൂടുതലായിരിക്കും. അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ. ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് പ്രെഡിക്റ്റഡ് ബൈ ദ റവോൾസ്. അപ്പോൾ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലായിടം ഗ്രേറ്റർ ഇട്ടാൽ മതി. P total greater than P0A chi A plus P0B chi B. Delta H mixing greater than 0. അപ്പൊ ഈ പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ അതിന് മീനിങ്? എൻതാൽപി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് വരുന്നത് എന്തൊരു കേസിലാണ്? ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സ് കേട്ടിട്ടുണ്ടല്ലോ. എൻതാൽപി ചേഞ്ചിന് പോസിറ്റീവ് സൈൻ വന്നാൽ ദ പ്രോസസ് ഈസ് എൻഡോതെർമിക് അല്ലേ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്. ഇവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ മീനിങ് എന്താണ്? ദ മിക്സിംഗ് ഈസ് എൻഡോതെർമിക്. അവിടെ എയും ബിയും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ് എന്തുവായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. ദ മിക്സിംഗ് ഈസ് എൻഡോതെർമിക്. അതായത് എയും ബിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സറിനകത്ത് ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ വി ഫീൽ കൂൾ, തണുപ്പായിരിക്കും. അതായത് മിക്സ് ചെയ്തപ്പോൾ ഹീറ്റിനെ എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. ദ മിക്സിംഗ് ഈസ് എൻഡോതെർമിക്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും 1 മാർക്കിന് ചോദിക്കുന്നത്. When the two liquids A and B are mixed, the solution get cool. Solution തണുപ്പായി. Which type of deviation എന്ന് ചോദിക്കും. അപ്പൊ എന്തെഴുതണം? പോസിറ്റീവ് ഡീവിയേഷൻ. അതാണ് അവിടെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. അതായത് മിക്സിംഗ് ഈസ് എൻഡോതെർമിക്. പിന്നെയോ ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. That means there is an increase in volume during mixing. എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ വോളിയം കൂടും. അതായത് 10 ml എയും 5 ml ബിയും കൂടെ മിക്സ് ചെയ്താൽ സൊല്യൂഷന്റെ വോളിയം 15 ml-നേക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പൊ അതാണ് അടുത്ത ഐഡിയൽ എന്ന് പറയുമ്പോൾ കൃത്യം 15 ആയിരിക്കണം. ഇവിടെ 15-നേക്കാൾ കൂടുതലായിരിക്കും. 10 ml എയും 5 ml ബിയും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷന്റെ വോളിയം 50 ml-നേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ വോളിയം ഡ്യൂറിങ് മിക്സിംഗ്. ഇതിനെല്ലാം കാരണം എന്താണ്? ഹിയർ എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ. ഐഡിയലിന്റെ കേസിൽ എ ബിയും എയും ബി ബിയും എല്ലാം ഈക്വൽ ആയിരുന്നു. ഇവിടെ എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ. അതായത് എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കുറയും. എയും ബിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻ കുറയും, അട്രാക്ഷൻ കുറയും. അതാണ് അതിന്റെ മീനിങ്. AB interaction become weaker than A and B. For example, ethanol and cyclohexane. Ethanol, cyclohexane ഇവരുടെ ഒരു മിക്സർ എടുക്കും. എത്തനോളിന്റെയും സൈക്ലോഹെക്സൈന്റെയും ഒരു മിക്സർ എടുക്കും. ഇപ്പൊ എത്തനോൾ എന്ന് പറഞ്ഞാൽ C2H5OH. ഇപ്പൊ എത്തനോളിനെ ഞാൻ സ്ട്രക്ചറലായിട്ട് ഇങ്ങനെ എഴുതിയുള്ളത് C2H5 ഇങ്ങനെ OH ഒന്ന് കാണിച്ചിരിക്കുക. നമുക്കറിയാം OH ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊരു ബോണ്ടാണ്? പോളാർ ബോണ്ട് അല്ലേ?
ഇവിടെ OH ബോണ്ടിൽ നമ്മൾ പഠിച്ചു when a covalent bond is formed between two dissimilar atoms, the electrons are attracted towards more electronegative atom. The more electronegative atom get a partial negative charge, other atom get a partial positive charge. Such a type of bond is called polar bond. Such a type of molecule is called polar molecule. അപ്പൊ എത്തനോൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു OH പോളാർ ബോണ്ട്. അപ്പൊ അടുത്ത എത്തനോൾ മോളിക്യൂൾ C2H5OH, അവിടെ ഓക്സിജൻ നെഗറ്റീവും ഹൈഡ്രജന് പോസിറ്റീവും ഉണ്ട്. അടുത്ത C2H5OH, അവിടെ ഓക്സിജൻ നെഗറ്റീവും ഹൈഡ്രജന് പോസിറ്റീവും. എന്താ ഈ പോസിറ്റീവ് ഹൈഡ്രജനും ഈ നെഗറ്റീവ് ഓക്സിജനും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനെയായിരുന്നു നമ്മൾ എന്ത് പേര് വിളിച്ചത്? ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചില്ലേ? ഇന്റർമോളിക്യുലാർ, ഇൻട്രാമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ആറ്റം ഓഫ് എ മോളിക്യൂൾ വിത്ത് ദ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അതർ മോളിക്യൂൾ. അപ്പൊ നമ്മള് എത്തനോൾ, ഞാനിപ്പോ ഒരു ബീക്കറിൽ എത്തനോൾ മാത്രം എടുത്തിരിക്കുകയാണ്. അപ്പൊ എത്തനോളിനകത്ത് മോളിക്യൂളുകൾ തമ്മിൽ ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. മോളിക്യൂളുകൾ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വെരി സ്ട്രോങ് ആണ്, നല്ല ഇന്ററാക്ഷൻ. ഇപ്പൊ മാത്രമേ ഉള്ളു, ആൽക്കഹോൾ എത്തനോൾ മാത്രമേ ഉള്ളു. അപ്പൊ മോളിക്യൂൾ തമ്മിൽ നല്ലവണ്ണം ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. വെൻ സൈക്ലോഹെക്സൈൻ ഈസ് ആഡഡ്, ഇതിനകത്തോട്ട് ഞാൻ സൈക്ലോഹെക്സൈൻ അങ്ങോട്ട് ഒഴിച്ചു. സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ മോളിക്യൂളാണ്. ഈ എത്തനോളിനകത്തോട്ട് സൈക്ലോഹെക്സൈൻ അങ്ങോട്ട് അടിയുമ്പോൾ എന്ത് സംഭവിക്കും? ദ സൈക്ലോഹെക്സൈൻ മോളിക്യൂൾ എക്സിസ്റ്റ് ഇൻ ബിറ്റ്വീൻ എത്തനോൾ മോളിക്യൂൾ. ഈ എത്തനോൾ മോളിക്യൂളിന്റെ ഇടയ്ക്ക് സൈക്ലോഹെക്സൈന്റെ മോളിക്യൂൾ കയറി വരും. അപ്പൊ സൈക്ലോഹെക്സൈന്റെ മോളിക്യൂളിന് ഇരിക്കാൻ സ്ഥലം വേണ്ടേ? അപ്പൊ സൈക്ലോഹെക്സൈൻ മോളിക്യൂളിന് ഇരിക്കാൻ സ്ഥലം വേണമെങ്കിൽ ഈ ഹൈഡ്രജൻ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞു എത്തനോളിനകത്ത് എത്തനോൾ മോളിക്യൂൾ തമ്മിൽ ഇങ്ങനെ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുകയാണ്, അടുത്തടുത്തിരിക്കുക. ഈ സൈക്ലോഹെക്സൈൻ അങ്ങോട്ട് കയറി വരുമ്പോൾ എത്തനോൾ മോളിക്യൂൾ ഇച്ചിരി ഒന്ന് അകലണമെങ്കിൽ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അപ്പോൾ when cyclohexane is added, some hydrogen bond break. അതാണ് ഇപ്പോൾ ഇന്ററാക്ഷൻ കുറഞ്ഞു. ഇതാണ് ഇതിന്റെ മീനിങ്. ഇവിടെ കൺഫ്യൂഷൻ വരണ്ട. അങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ അട്രാക്ഷൻ കുറഞ്ഞു. ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു അല്ലെ? അവിടെ മാത്രം എടുത്തിരുന്നപ്പോൾ, എത്തനോൾ മാത്രമായിരുന്നപ്പോൾ എത്തനോൾ മോളിക്യൂൾ തമ്മിൽ എല്ലാം ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരുന്നതാണ്, നല്ലവണ്ണം അസോസിയേറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ സൈക്ലോഹെക്സൈൻ അങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ സം ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക്. അതാണ് ഇന്ററാക്ഷൻ കുറഞ്ഞു. അതാണ് ഇതിന്റെ മീനിങ്. AB interaction is weaker than AA and BB interaction. ഐഡിയലിന്റെ കേസിൽ അങ്ങനെയല്ല. അവിടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പും മിക്സ് ചെയ്യുന്നതിന് ശേഷവും എല്ലാം അട്രാക്ഷൻ സെയിം ആയിരുന്നു. അതാണ് ഐഡിയലിന്റെ കേസിൽ. ഇവിടെ അങ്ങനെയല്ല. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നല്ല അട്രാക്ഷൻ ആണ്, ബി അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ അട്രാക്ഷൻ കുറഞ്ഞു. AB interaction is weaker than AA and BB interaction. അപ്പൊ അതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇതാണ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ചോദിച്ചാൽ അവിടെ ഇതെല്ലാം എഴുതി എഴുതാൻ മതി. എ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, അവിടെ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് പ്രെഡിക്ട്സ് ബൈ ദ റവോൾസ് ലോ. PA greater than P0A Chi A, PB greater than P0B Chi B, P total greater than P0A Chi A plus P0B Chi B, delta H mix greater than 0, that is the mixing is endothermic, delta V mix greater than 0, that is volume increases during mixing. Here AB interaction is weaker than AA and BB interaction. അതാണ് മിക്സ് ചെയ്യുമ്പോൾ
ഇന്ററാക്ഷൻ കുറയും. എക്സാമ്പിൾ ചോദിച്ചാൽ എത്തനോൾ, ഈ എത്തനോൾ വരുന്നതിന്റെ ഏത് എക്സാമ്പിൾ ഏത് ചോദിച്ചാലും പോസിറ്റീവ് ഡിവിഷൻ ആണ് എത്തനോൾ വരുന്നത്. എത്തനോൾ ആൻഡ് സൈക്ലോഹെക്സൈൻ. അപ്പൊ നമുക്കറിയാം ഇൻ എത്തനോൾ the molecules are associated by intermolecular hydrogen bond. When cyclohexane is added, some hydrogen bond break. അതാണ് AB interaction weaker ആയി. ഇപ്പൊ അട്രാക്ഷൻ കുറഞ്ഞു. അട്രാക്ഷൻ കുറയണമെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി വേണ്ടേ? അതുകൊണ്ടായിരുന്നു മിക്സിംഗ് ഈസ് എൻഡോതെർമിക്. എനർജി അബ്സോർവ് ചെയ്തതിന് വേണ്ടിയായിരുന്നു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. അതുപോലെ ഇപ്പം ബോണ്ട് ബ്രേക്ക് ചെയ്തു, മോളിക്യൂൾ ദൂരെയായി. ദൂരെയാകുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടാണ് ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. 10 ml 5 ml മിക്സ് ചെയ്തപ്പോൾ 15 ml കൂടുതലായത് അതുകൊണ്ടാണ്. ഇപ്പൊ അട്രാക്ഷൻ കുറയുമ്പോൾ മോളിക്യൂൾ ദൂരോട്ടാകും, അതായത് വോളിയം കൂടി. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആയത്. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇതിനെയും നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിനെയും നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിനാദ്യം നമ്മൾ റവോൾസ് ലോയുടെ ഗ്രാഫ് അതുപോലെ തന്നെ വരയ്ക്കണം. ഇപ്പൊ റവോൾസ് ലോയുടെ ഗ്രാഫ് അതുപോലെ വരയ്ക്കും. നമ്മളെങ്ങനെയായിരുന്നു? എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിൽ വേപ്പർ പ്രഷർ. ഇവിടെ ഈ പോയിന്റിൽ കൈ ഐ ഈക്വൽ ടു 1, കൈ ബി ഈക്വൽ ടു 0. ഇവിടെ കൈ ഐ ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ റവോൾസ് ലോയുടെ ഗ്രാഫ് ഡോട്ടഡ് ലൈനിൽ വരയ്ക്കണം, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് ഡോട്ടഡ് ലൈനിൽ ഒന്ന് വരയ്ക്കണം. P0A, P0B. ഇതാണ് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് റവോൾസ് ലോയുടെ. നിങ്ങൾ ഇങ്ങനെ റവോൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ P0A മുകളിൽ PB താഴെ എങ്ങനെ വേണമെങ്കിലും വരും. ഒന്നുകിൽ ഇത് മുകളിലോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഇത് താഴെ ഇത് മുകളിലോ തിരിച്ചിങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ നമ്മൾ റവോൾസ് ലോയുടെ ഗ്രാഫിക്കലായി ഇത് ഗ്രാഫ് ആദ്യം ഡോട്ടഡ് ലൈനിൽ അങ്ങ് വരയ്ക്കാം. പിന്നെ എല്ലാ അല്പം മുകളിലോട്ട് വളച്ചു വരയ്ക്കണം. നമ്മൾ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. സാധാരണ റവോൾസ് ലോ അനുസരിച്ച് പി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ അല്പം ഗ്രേറ്റർ, ഇതാണ് പി. അതുപോലെ പി വി വരയ്ക്കാനും ഇങ്ങനെ വരയ്ക്കണം. റവോൾസ് ലോ അനുസരിച്ച് പി ബി ഇതാണ്, അല്പം ഗ്രേറ്റർ ആണ്. മുകളിലോട്ടൊന്ന് വളച്ചു വരയ്ക്കണം. അതുപോലെ പി ടോട്ടൽ അത് മുകളിലോട്ടൊന്ന് വളച്ചു വരയ്ക്കണം. സാധാരണ പി ടോട്ടൽ ഇതാണ്. അപ്പൊ അതാണ് നമുക്ക് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ആദ്യം റവോൾസ് ലോ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഗ്രാഫിക്കലായിട്ട് അത് ഡോട്ടഡ് ലൈനിലാണ് അത് കാണിക്കുന്നത്. പലരും വരയ്ക്കുമ്പോൾ തിരിച്ചു വരയ്ക്കും. റവോൾസ് ലോ അങ്ങ് നേരെ വരയ്ക്കും, എന്നിട്ട് ഡോട്ടഡ് ലൈനിൽ മുകളിലോട്ട് കൊടുക്കണം. അല്ല, നമ്മൾ ആദ്യം റവോൾസ് ലോയുടെ ഗ്രാഫ് ഡോട്ടഡ് ലൈനിൽ വരയ്ക്കണം. അതിനുശേഷം ആ മുകളിലോട്ടും താഴോട്ടുമുള്ളത് നോർമൽ ലൈനിൽ വരയ്ക്കണം. അതാണ് എല്ലാം മുകളിലോട്ടൊന്ന് വളച്ചു വരയ്ക്കണം. കാരണം എല്ലാം അല്പം ഗ്രേറ്റർ ആയിരിക്കും. അതേ ഉള്ളൂ ഇതിന്റെ മീനിങ്. അപ്പൊ ഇങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നതിന്റെ ഗ്രാഫ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനിലെ ഫസ്റ്റ് ടൈപ്പാണ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇവിടം വരെ കാണിച്ചിരിക്കണം, ഗ്രാഫ് സഹിതം കാണിച്ചിരിക്കണം. രണ്ടാമത്തെ ടൈപ്പാണ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം.